ഹായ് മുത്തുമണീസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾക്കും സുഖമായിട്ടിരിക്കണം ഇപ്പോൾ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോയ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടന് ചെറിയൊരു ഊരവേദന ഉള്ള കാര്യം ഞാൻ ലൈവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലർക്കൊക്കെ അറിയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വയ്യായി കൂടി കേട്ടോ, വേദന കൂടി. അപ്പോൾ ഞങ്ങളിവിടെ മലബാർ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ന്യൂ ഇയറിനൊക്കെ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂ ഇയറിനൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം ഞാൻ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും കാണാത്തവർക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ മലബാറിലാണ്. അപ്പോൾ ഏട്ടൻ ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം അപ്പോൾ അവർ പറഞ്ഞു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും പോകാമെന്നില്ല ഒരു ഇതിലായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടന് വേദന ഇങ്ങനെ കൂടി. അപ്പോൾ പിന്നെ പറഞ്ഞു വൈകുന്നേരം പിന്നെ ഇന്നിവിടെ എന്തായാലും അഡ്മിറ്റ് ആക്കേണ്ടി വരും, നമുക്കിത് കല്ല് ഇങ്ങനെ കിഡ്നി സ്റ്റോൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ പെട്ടെന്ന് പൊടിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ടെസ്റ്റുകളൊക്കെ ലാബിലേക്കൊക്കെ പോകാൻ കുറേ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാ ടെസ്റ്റും ഒക്കെ ഓക്കെ ആയതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം പെട്ടെന്ന് സർജറി ഉണ്ടാവുള്ളൂ. അന്ന് അങ്ങനെ അവിടെ അഡ്മിറ്റ് ആക്കിയല്ലോ. ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ചെന്നല്ലേ, അങ്ങനെ ഒരു റൂം എടുത്ത് അതിലേക്ക് ഒന്ന് പോയി. എൻ്റെ ഭഗവാനെ ഈശ്വര, അവിടെ ചെന്നപ്പോൾ നമ്മളെ രോഗമൊന്നുമല്ല. പേടിയാവും ഓരോരുത്തരും ഇങ്ങനെ വരുന്ന കാണുമ്പോഴേ. പിന്നെ ഇപ്പോൾ എന്തായാലും അവിടെ നിൽക്കല്ലാതെ രക്ഷയില്ലല്ലോ. നമ്മൾ അന്ന് വൈകുന്നേരം വരെ കാഷ്വാലിറ്റിയിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്നില്ല ആ ഒരു പ്രതീക്ഷയിലാണല്ലോ അവരവിടെ അഡ്മിറ്റ് ആക്കിയത്. പക്ഷേ ഏട്ടന് പിന്നെയും കുറച്ച് കൂടുതലായപ്പോൾ പിന്നെ അങ്ങനെ അഡ്മിറ്റ് ആക്കിയതാണ്. അപ്പോൾ നമ്മളവിടെ പിന്നെ രാത്രിയാണ് കേട്ടോ, ഒരു രാത്രി 11 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ റൂമിലേക്ക് പോണത്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോവാണ് കേട്ടോ. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു വന്നു. അങ്ങനെ ഏട്ടനെ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. പിന്നെ ഇതിന് ഇവിടെ നിന്ന് മാമന്മാരും ഏട്ടനോ ഏടത്തിയമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഏട്ടനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സർജറിയൊക്കെ. അങ്ങനെ പിന്നെ ഏട്ടൻ വന്ന് ചോറൊക്കെ കൊണ്ട് അന്ന് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് വരാം കേട്ടോ. അങ്ങോട്ട് പോരാ, ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോരാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയുകയാണ് കാൽസ്യമില്ലതൊക്കെ മാക്സിമം കുറച്ച് കഴിക്കുക. അപ്പോൾ അതാണ് ഏട്ടന് പറ്റിയ. ഏട്ടൻ നല്ലോണം ചീരയും മത്തിയൊക്കെ നല്ലോണം കഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ടാറ്റാ.